ഇന്ന് നമുക്ക് ബ്രെഡിൻ്റെ ഒരു ഡിഷായാലോ, ബ്രെഡ് ഉപ്പുമാവ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മൾ എന്നും സാൻഡ്വിച്ചും ബ്രെഡ് പലതരത്തിലുള്ള ഡിഷസ് അല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ബ്രെഡ് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ടൈം ഇല്ലാത്തപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കാകുമ്പോൾ നമുക്കതൊന്ന് സോസൊക്കെ ഒഴിച്ച് വേറൊരു രീതിയിലാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു പാന് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ ബട്ടറോ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. പിന്നെ അതിലേക്ക് നമ്മൾ ഇതുപോലെ സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, ഇത്ര ഐറ്റംസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സവാളയൊക്കെ ആണെങ്കിൽ നമുക്ക് റോസ്റ്റായി ആ ഒരു രീതിയിലാവേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ ആയാൽ മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. തക്കാളി ആയാലും നമ്മൾ എല്ലാം ഓവറായിട്ട് കുക്കായിട്ട് എടുക്കണ്ട. അതിന് ആ ഒരു നോർമൽ ഒരു ഇത്ര ചേഞ്ചസ് ആയാൽ മതി. അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, എല്ലാം കുറച്ച് മതി കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഓവറാവരുത്. നമ്മളുടെ ബ്രെഡ് പിന്നെ ഒത്തിരി അങ്ങ് ഇതായിപ്പം. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അംശം പിന്നെ കുറവാണെന്ന് വല്ലതും തോന്നുവാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളമാണല്ലോ, മുകളിലൂടെ കുറച്ച് തളിച്ച് അല്ലെങ്കിൽ ഒഴിച്ച് ഒരു സ്പൂൺ വീതം ഒഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള ബ്രെഡായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ചെറിയ പീസസ് ആക്കരുത്. ഒന്ന് കരുതി വലിയ പീസും വേണ്ട, ഈ ഒരു സൈസിലുള്ള പീസസ് എടുത്താൽ മതി. അത് നമ്മൾ ആ ഒരു കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സോസൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് മസാലാസ് ഒഴിവാക്കാം. അതിന് പകരം വേണമെങ്കിൽ സോസൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അംശം തോന്നുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ഡിഷ് തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക.